സു ഫ്രം സോ അഥവാ സുലോചന ഫ്രം സോമേശ്വരം കന്നഡ സിനിമയാണ്. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമയാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സിനിമയാണ്. ഈ 2025 തുടരും കഴിഞ്ഞിട്ട് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമ വേറെ ഇല്ല. ഈ വർഷത്തിലെ സിംപിളി എൻ്റെ ഒരു ടോപ്പ് 5 ലിസ്റ്റിലേക്ക് സിംപിളി ചേർക്കാൻ പറ്റിയ സിനിമയാണ് സു ഫ്രം സോ. ഒരു രക്ഷയില്ലാത്ത എൻ്റർടൈൻമെൻറ്റ്, പീക്ക് എൻ്റർടൈൻമെൻറ്റ്. 2 മണിക്കൂർ 20 മിനിറ്റാണ് ഡ്യൂറേഷൻ. നേരത്തെ ഇട്ട റിവ്യൂവിലെയും ഇന്ന് ആദ്യം കണ്ട സിനിമയായ സുമതി വളവും ഇതേ ജോണറാണ്, ഹൊറർ കോമഡിയാണ്. നായിക ഇതിൽ സുലോചനയാണെങ്കിൽ അതിൽ സുമതി. ഇത് രണ്ടും നായിക എന്ന് വെച്ചാൽ ഒരു പ്രേതം, ഒരു സാങ്കല്പിക നായികയാണ്, പ്രേതമാണ്. അപ്പം സെയിം പരിപാടി, ഒരു നാട്ടിലെ ആൾക്കാരെ കേന്ദ്രീകരിച്ച് വില്ലേജ് ഹൊറർ കോമഡി. ഡ്യൂറേഷൻ വരെ 2 മണിക്കൂർ 20 മിനിറ്റ്. സുമതി വളവിൻ്റെ ടീം കണ്ടുപഠിക്കണം ഈ സിനിമ. എങ്ങനെ ഒരു ഹൊറർ കോമഡി എടുക്കാമെന്ന് കണ്ടുപഠിക്കണം. അടികപ്പയാലെ കൂട്ടമണിക്ക് ശേഷം എനിക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു ഹൊറർ കോമഡി സിനിമ വേറെ ഇല്ല. രോമാഞ്ചം പോലും എനിക്കൊരു ആവറേജ് തോന്നിയുള്ളൂ. ഇത് പക്ഷേ പീക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്, പീക്ക്. ഞാനിപ്പോൾ സുമതി വളവും ഇതും ബാക്ക് ടു ബാക്ക് ആണ് കണ്ടത്. 11-ന് സുമതി വളവ്, 2-ന് സു ഫ്രം സോ. അപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ ഈ സിനിമ അല്ലാതെ പോയി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ലെവൽ ഇഷ്ടപ്പെടും. പക്ഷേ സുമതി വളവ് പോലത്തെ ഒരു അസഹനീയ സിനിമ കണ്ടിട്ട് ഉടനെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിരിക്കും. അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എല്ലാം പൊളി. എഴുത്താണ് ഏറ്റവും ഹൈലൈറ്റ്, അതിലെ എഴുത്താണ് ഏറ്റവും വീക്ക്, ഇതിലെ എഴുത്താണ് ഏറ്റവും ഹൈലൈറ്റ്. ഒന്നുമില്ല, ഇവരുടെ ഐഡിയയാണ് കിടിലൻ ഐഡിയ. ഈ ഐഡിയ വെച്ച് നമുക്ക് വേറെ പല ഭാഷകളിലും അല്ലെങ്കിൽ ഇവർക്ക് തന്നെ വേറെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ സ്പിൻ ഓഫ് ഒക്കെ എടുക്കാം. അത്രയും കിടിലൻ ഐഡിയ അത് മാത്രമേ ഉള്ളൂ. അതിന് വെച്ചിട്ടാണ് ഈ 2 മണിക്കൂർ 20 മിനിറ്റ് ഇവർ എടുത്തിരിക്കുന്നത്. വേറെ കഥയോ പ്ലോട്ട് പോയിൻറ്റോ അങ്ങനത്തെ ഭയങ്കര കുറവാണ്. പക്ഷേ ആ നാട്ടുകാരും അവരുടെ കോമഡിയും എഴുത്തിലെ പരിപാടിയും ഒരു രക്ഷയില്ല. രാജ് ബി ഷെട്ടി ഒരു ചെറിയ ക്യാമിയോ ചെയ്തിട്ടുണ്ട്, അതവർ പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടി കൊണ്ട് പറഞ്ഞാണ്. പുള്ളി തകർത്തടുക്കി. എല്ലാവരും രവിയണ്ണനായിട്ട് അഭിനയിച്ച നായകൻ പുള്ളി തകർത്തു. പിന്നെ നാട്ടിലെ ഓരോരുത്തരും, നമ്മൾ ഒരു പൊടിക്ക് പറയാ മറ്റേ ഇവിടുത്തെ കോമഡി സ്റ്റാർസ് കോമഡി ആവേണ്ട സാധനമാണ്. പക്ഷേ അവർ കിഡിലനായിട്ട് പിടിച്ചു. ആ മീറ്റർ പിടിച്ച് പൊട്ടിച്ചിരിച്ച 3-4 ഏരിയ ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. കുറേ നാളിന് ശേഷം ഒരു സിനിമ ഉണ്ട് അങ്ങനെ നമ്മൾ ചിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പായി, സെക്കൻഡ് ഹാഫിൻ്റെ പകുതി ഏരിയയിൽ. അപ്പം അങ്ങനെ ക്ലൈമാക്സ് വരെ ആയ ഷോ ഇത്രയും വന്നത് ഡൗൺ ആവുമല്ലോ എന്ന് കരുതി. പക്ഷേ ക്ലൈമാക്സ് ഡബിൾ സാറ്റിസ്ഫാക്ഷൻ, പീക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടാണ് സിനിമ എൻഡ് ആയത്. പക്ക ഫീൽ ഗുഡ് രീതിയിൽ എൻഡായി. ഒരു രക്ഷയില്ല. ഭയങ്കര താങ്ക് യു ഈ സിനിമ എടുത്തവരോട്. അതുപോലെ തന്നെ വെയ്ഫെയർ ടീമിനോടും ഭയങ്കര നന്ദി. കാരണം മലയാളം ഡബ് കിടു, പാട്ടുകൾ വരെ അടിപൊളി. അവർ ചെയ്ത ബുദ്ധിപരമായ കാര്യം, റാപ്പൊക്കെ വരുമ്പോൾ അവർ കന്നഡത്തിൽ തന്നെ ഇട്ടു. അതാണ് ബുദ്ധി. അല്ല റാപ്പിൽ മറ്റേ വൃത്തികെട്ട വരി എഴുതി കുളവാക്കുന്ന പരിപാടിയല്ല. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒറിജിനൽ ടീമിനോടും നന്ദി, ഇത് ഡബ് ചെയ്യിപ്പിച്ച ടീമിനോടും നന്ദി. പീക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 4/5 ആണ്.